എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെടികളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരും തങ്ങൾക്ക് ചുറ്റും പച്ചപ്പ് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ചെടികളും അവയ്ക്ക് ചുറ്റും സംജാതമാകുന്ന ആവാസ വ്യവസ്ഥയും നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിന് ഒരു പ്രത്യേക ഉണർവും ഉന്മേഷവും ഊർജവും പ്രദാനം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചെടികളെ നമുക്ക് പരിചയപ്പെടാം. ഇത്തവണത്തെ വേനലിനെയൊക്കെ അതിജീവിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ചെടികളാണ് ഇവയെല്ലാം തന്നെ. ഇത് ഡ്രസീന ഇനത്തിൽപ്പെട്ട ഡ്രസീന ഫ്ലോറിഡ ബ്യൂട്ടി എന്ന പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു മിൽക്കി ബാംബു ആണ്. നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ പ്ലാന്റ്സ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ ചെറിയ പോട്ടുകളിലായിട്ട് കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ചെറിയ പോട്ടുകളിൽ റൂബി പ്ലാന്റും വേരിഗേറ്റഡ് ചൈനീസ് വയലറ്റ് പ്ലാന്റും സ്റ്റാർ ഗ്രാസുമാണ് വെച്ചിട്ടുള്ളത്. ഇത് മോൺസ്റ്റെറ പെറു ആണ്. അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് തന്നതാണ്. നമ്മുടെ വീട്ടിലെ ഗാർഡനിലേക്ക് പുറത്തുനിന്നും നമ്മൾ ചെടികളൊക്കെ വാങ്ങിക്കാറുണ്ട്. കൂടാതെ ഇതുപോലെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചെടികളോടുള്ള ഇഷ്ടം കൊണ്ട് നമുക്ക് തരാറുണ്ട്. ഇത് മോൺസ്റ്റെറ അഡൻസോണിയാണ്. ബ്രോക്കൺ ഹേർട്ട് പ്ലാന്റ് എന്നും ഇതിനെ പറയാറുണ്ട്. ഇത് നമ്മുടെ ഒരു അഡീനിയം പ്ലാന്റ് ആണ്. ഇത് വിത്തിട്ട് കിളിപ്പിച്ചെടുത്തതാണ്. ഇതിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗാർഡനിൽ നമ്മൾ കൂടുതലും ഇലച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെടുന്ന മിങ്ക് അരാലിയയുടെ വെറൈറ്റീസ് ആണ് ഇതൊക്കെ. വിവിധ ഇനത്തിൽപ്പെട്ട ക്രോട്ടൺ പ്ലാന്റുകളും നമ്മുടെ ഗാർഡനിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നിറയെ ഇലച്ചെടികൾ വെക്കുന്നത് വഴി നമ്മുടെ ഗാർഡനിൽ എപ്പോഴും നിറയെ ചെടികൾ ഉള്ളതായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും. ഇത് കോപ്പർ ലീഫ് പ്ലാന്റ് ആണ്. ഇലച്ചെടികൾ സമൃദ്ധമായി വളരുവാനും അതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല നിറം ലഭിക്കുവാനുമൊക്കെ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നമ്മൾ വയ്ക്കാൻ. ഇത് കൂടാതെ നമ്മൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. അതുപോലെ ഇത് ഓക്സാലിസ് പ്ലാന്റ് അഥവാ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയും. ഇത് സീസി പ്ലാന്റ് ആണ്. ഇത് ഫേൺ ഇനത്തിൽപ്പെട്ട കോട്ടൺ ക്യാൻഡി ഫേൺ ആണ്. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാം. ഇത് സിങ്കോണിയം പിങ്ക് ആണ്. വേനൽക്കാലത്ത് നമ്മുടെ കുറച്ച് ചെടികളൊക്കെ പോയി. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തുകൊണ്ട് വരുവാണ്. ഇലകളില്ലാതെ കാണപ്പെടുന്ന ആ ചെടി പെൻസിൽ കാക്ടസ് ആണ്. ഇത് ക്രിപ്റ്റാന്തസ് ആണ്. ഇതിനെ എർത്ത് സ്റ്റാർ പ്ലാന്റ് എന്നും പറയും. ഇത് ഡോർഫ് മോണ്ടോഗ്രാസ് ആണ്. നീഡിൽ ഗ്രാസ് എന്നുമൊക്കെ ഇതിനെ പറയാറുണ്ട്. ഇത് പെനിവേർട്ട് പ്ലാന്റ് ആണ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ വാട്ടർ പ്ലാന്റ് ആയിട്ടുമൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ്. ഇത് ബിഗോണിയയുടെ ഒരു വെറൈറ്റിയാണ്. ഇവിടെ നമ്മൾ കുറച്ച് വാണ്ടറിങ് ജൂവും ഓർക്കിഡുകളുമാണ് വെച്ചിട്ടുള്ളത്. ഇത് ഓറഞ്ച് ഹെലിക്കോണിയയാണ്. യൂഫോർബിയ പ്ലാന്റിൻ്റെ 2 കളറുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേനൽ മഴ കിട്ടിത്തുടങ്ങിയപ്പോൾ നമ്മുടെ ഒരു പഴയ തടി കിടന്നിരുന്ന സ്ഥലത്ത് കുറച്ച് കൂണുകളൊക്കെ കിളിർത്ത് വന്നിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ വളർന്നു നിൽക്കുന്നത് കാണാൻ.
എൻജോയ് പോത്തോസ്, ടർട്ടിൽ അങ്ങനെയുള്ള കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് കോർഡിലൈൻ ചോക്ലേറ്റ് എന്ന് പറയുന്ന ചെടിയാണ്. വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ടൊറേനിയയാണിത്. മഴ ലഭിച്ചു തുടങ്ങിയപ്പോൾ നമ്മുടെ റോസ് ചെടികളിലൊക്കെ നിറയെ മുട്ടുകൾ ഉണ്ടാവുകയും പൂക്കൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. റോസാ ചെടികളിൽ പൂക്കളൊക്കെ ഉണ്ടായതിന് ശേഷം നമ്മൾ അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്ത് നിർത്തി. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെമ്പരത്തി, ചെത്തി, അതുപോലെ ക്രോട്ടൺ പ്ലാന്റുകളൊക്കെ നമ്മൾ പ്രൂൺ ചെയ്തിരുന്നില്ല. ഇത് ചെങ്ങലം പരണ്ട എന്ന് പറയുന്ന ഔഷധ സസ്യമാണ്. നമ്മളിത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെച്ചതാണ്. ഇത് ചെത്തിയാണ്. ഇത് അല്ലിത്താമരയാണ്. നമ്മുടെ കാർഡുവെൽ ലില്ലിയിൽ ഇപ്പോഴാണ് പൂക്കൾ ഉണ്ടായത്. ഇതിനെ നോർത്തേൺ ക്രിസ്മസ് ലില്ലി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് ചിരവത്താലി പൂക്കളാണ്. മജന്ത നിറത്തിലുള്ള ഇലകളുള്ളത് ഓൾട്ടർനാന്തറ പ്ലാന്റ് ആണ്. ഫിലോഡെൻഡ്രോൺ ബൂൾമാക്സ് ആണിത്. ഈ പ്ലാന്റിനെ നമുക്ക് ചെടിച്ചട്ടികളിലും വെള്ളത്തിലും നിലത്തുമൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ വെട്ടി നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബോക്സ് ലീഫ് പ്രൈവറ്റ് പ്ലാന്റ്. ഇത് നമ്മുടെ കുറച്ച് സ്റ്റാർ ഗ്രാസ് ആണ്. ഇത് നമ്മളൊരു ബോർഡറായിട്ട് ചെയ്തെടുത്തതാണ്. ഇത് നമ്മുടെ കുറച്ച് ഫിഷ് ബോൺ ഫേൺ ആണ്. ഇത് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ് ആണ്. സ്നേക്ക് പ്ലാന്റിൻ്റെ 3 വെറൈറ്റികളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് പാൻഡാനസ് വേരിഗേറ്റഡ് ആണ്. വിവിധ നിറത്തിലുള്ള ചെമ്പരത്തിയുടെ കളക്ഷനും നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ സാധാരണ കണ്ടുവരുന്ന ആന്തൂറിയമാണ്. സിങ്കോണിയത്തിൻ്റെ മറ്റൊരു വെറൈറ്റിയാണിത്. ബൊഗെയിൻവില്ലയുടെ ഈ ചില്ലയിൽ പൂക്കളുള്ളതുകൊണ്ട് നമ്മൾ പ്രൂൺ ചെയ്യാതെ നിർത്തിയതായിരുന്നു. ഇത് കലേഡിയമാണ്. ലൈല മജ്നു പ്ലാന്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്ലാന്റാണിത്. ഇലകളുടെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒക്കെ വ്യത്യസ്ത നിറങ്ങളുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണിത്. റെഡ് ലില്ലി ഫില്ലി പ്ലാന്റ് ആണിത്. കലീസിയ റെപ്പൻസ് ആണിത്. നമ്മുടെ കയ്യിൽ കുറച്ച് മണി പ്ലാന്റിൻ്റെ വെറൈറ്റികളുമുണ്ട്. എപ്പിസിയ പ്ലാന്റ് ആണിത്. ബാംബു ഗ്രാസ് എന്നും ബേബി പാൻഡ ഗ്രാസ് എന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരു പുൽച്ചെടിയാണിത്.
ഇവിടെ നമ്മൾ കുറച്ച് ക്രോട്ടൺ പ്ലാന്റുകളും അതുപോലെ തന്നെ ഗ്രീനും വൈറ്റും നിറത്തിലുള്ള ഇലകളുള്ള അരാലിയ പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. മന്ദാരം, ചെത്തി, ചെമ്പരത്തി എന്നിങ്ങനെയുള്ള ചെടികളും നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്ത് നല്ല പച്ചപ്പ് വേണമെന്ന് അതിയായ ആഗ്രഹം കൊണ്ട് നമ്മൾ നട്ടു വളർത്തിയെടുത്തിരിക്കുന്നവയാണ് ഈ ചെടികളെല്ലാം തന്നെ. ഇന്നത്തെ നമ്മുടെ ചെറിയൊരു ഹോം ഗാർഡൻ ടൂറ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.